ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിറ്റി ആണോ നല്ലത് അല്ലെങ്കിൽ വില്ലേജിൽ ഡ്യൂട്ടി ചെയ്യുന്നതാണോ നല്ലത്, മീൻസ് താമസിക്കുന്നതാണോ നല്ലതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സിറ്റിയിലാണ്. ശരിക്കും ഭയങ്കര ശാന്തത, സൈലൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വില്ലേജ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഇറ്റലിയിലായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ജനോവ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സിറ്റിയിലായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ എപ്പോഴും സൗണ്ടും എല്ലാം കേട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സൈലൻസ് ഒന്നും വലിയ ഇഷ്ടമില്ല. മീൻസ് കാരണം എന്താ വെച്ചാൽ വിന്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി ഭയങ്കര സൈലൻസാ. അപ്പം വില്ലേജ് ആണെങ്കിൽ അത് ഭയങ്കര സൈലൻസ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ഈ ജർമ്മനിലാണെങ്കിൽ എന്തായാലും ഒരു സിറ്റിയിൽ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ സിറ്റി ലൈഫ് എടുത്തത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ സെറ്റിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ഏറ്റവും നല്ലത് സിറ്റിയിലൊക്കെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഹസ്ബൻഡ്സിന് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, മീൻസ് നേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ, നേഴ്സുമാരാണെന്നുണ്ടെങ്കിൽ എല്ലാ വില്ലേജിലും തന്നെ ഹോസ്പിറ്റലോ കെയർ ഹോമൊക്കെ ഉണ്ടാവും. അവർക്ക് രണ്ടുപേരും നേഴ്സുമാരാണ് ജോലി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ ജോലി ചെയ്യണം ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി പോസിബിലിറ്റി സിറ്റിയിൽ താമസിക്കുന്നവർക്കായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ അറിയാവുന്ന പോലെ ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് നെയ്ബർ ജോബ് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അപ്പൊ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് ലീഫ് എന്ന് വെച്ചാൽ ഡെലിവറി, അല്ലാന്നുണ്ടെങ്കിൽ ആമസോൺസിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കെയർ ഹോമുകളിൽ ഒക്കെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ഓഫ് കോഴ്സ് നമുക്ക് സിറ്റിയിൽ കൂടുതലായിരിക്കും. വില്ലേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സേവ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ നമുക്ക് അത്രയും വലിയ ചെലവുണ്ടാവില്ല. ഇപ്പൊ സിറ്റിയിലാവുമ്പോൾ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിഞ്ഞ എക്സ്പെൻസ് ആവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു പോകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ വാടകയും കുറച്ച് എക്സ്പെൻസ് ആയിരിക്കും. സിറ്റിയിലൊക്കെ ആകുമ്പോൾ വീട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. വില്ലേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ട്, ഇപ്പം ജർമ്മനിൽ എല്ലായിടത്തും തന്നെ വീട് കിട്ടാൻ കുറച്ച് പാടായിട്ടുണ്ട്. പക്ഷെ എന്നാലും സിറ്റീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില്ലേജിൽ കുറച്ചും കൂടി താരതമ്യേന കിട്ടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഇപ്പം സ്ട്രാസംബാൻ മീൻസ് വണ്ടികളുണ്ടാവും, ബസ് ഉണ്ടാവും, അങ്ങനെ കുറെ സർവീസുകൾ, ട്രെയിൻ സർവീസുകൾ ഉണ്ടാവും, അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ടാവും. പക്ഷെ വില്ലേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ലൈസൻസിന്റെ ആവശ്യമുണ്ടാവും. കാരണം നമുക്ക് സാധനം മേടിക്കാനൊക്കെ ആയിട്ട് ലൈസൻസ് എടുത്ത് നമുക്കൊരു കാറ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ കാറില്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് റെന്റ് കാർ മീൻസ് സ്റ്റഡ് മൊബൈലിന്റെ കാറൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിള് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൈക്കിൾ ചവിട്ടാൻ അറിയുന്നവരായിരിക്കണം. പക്ഷെ സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിള്ളേരെ കൊണ്ടുവിടാനോ നമുക്ക് ഡെയിലി ജോലിക്ക് പോകാനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് സിറ്റി ലൈഫ് ആയിരുന്നു ഇഷ്ടം. പക്ഷെ കുറച്ചും കൂടി സൈലൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഡോർഫ് തിരഞ്ഞെടുക്കാം. പിന്നെ ജോലി സാധ്യത വെച്ചും എല്ലാവരും കൂടി ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഹസ്ബൻഡ്സിന് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന്. ഇവിടെ വരുന്ന മിക്കവരും എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം വല്ല ഡോർഫിലോ വില്ലേജിലൊക്കെ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് ഹസ്ബൻഡ്സിനൊക്കെ കൊണ്ടുവരാനാകുമ്പം അവർ മെല്ലെ വീടൊക്കെ എടുക്കാനാകുമ്പം മെല്ലെ സിറ്റിയിലോട്ട് പോയി അവിടെ ഹസ്ബൻഡിന് ജോലിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്തോട്ട് പോയി താമസിക്കുകയാണ് ചെയ്യാറ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട് വരെ ബൈ ബൈ.